കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധ വചനവുമായി വീണ്ടും ഒരു പ്രാവശ്യം നിങ്ങളുമായി സന്ധിക്കാൻ സാധിച്ചതിൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും. പ്രാർത്ഥന എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എത്ര സ്ഥാനം എന്താണ്. ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് പ്രാർത്ഥനയ്ക്കായിരിക്കും. കാര്യം പ്രാർത്ഥനയിലൂടെ അവൻ നേടിയെടുത്തതെല്ലാം അവൻ്റെ മുൻപിലുണ്ട്. പ്രാർത്ഥനയിലൂടെ അവൻ നേടിയെടുത്ത ധൈര്യം, പ്രാർത്ഥനയിലൂടെ അവൻ നേടിയെടുത്ത സ്വാതന്ത്ര്യം, ഇതെല്ലാമാണ് അവനെ പ്രാർത്ഥിക്കാൻ അവന് പ്രചോദനം കൊടുക്കുന്നത്. കേവലം ഒരു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം അതൊരു നിസ്സാരമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയിലേക്ക് ഒരു വ്യക്തി കടന്നു വരാൻ ഓരോ വ്യക്തിയും ശ്രമിക്കണം. നമുക്കറിയാം, ചില വ്യക്തികൾക്കറിയാം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രാർത്ഥനയെക്കുറിച്ച് അറിയില്ല. പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന് പറയുന്ന എത്രയോ വ്യക്തികളുണ്ട് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന എന്തും നാം കർത്താവായ യേശുക്രിസ്തുവുമായുള്ള സന്ധി സംഭാഷണമാണ് പ്രാർത്ഥന. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവുമായുള്ള സന്ധിപ്പാണ് പ്രാർത്ഥന. നാം അവനോട് സംസാരിക്കുന്ന സംസാരമാണ്. നമ്മുടെ ഹൃദയങ്ങൾ അവനുമായി സംസാരിക്കുന്ന സംസാര ഭാഷയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ല മറ്റൊന്നുമല്ല. മറ്റാരോടും എത്ര വലിയ ആൾക്കാരോട് പോലും നമ്മൾ സംസാരിക്കുമ്പോൾ അത് പ്രാർത്ഥന എന്ന് പറയില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് നമ്മൾ സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. പഴയ നിയമകാലത്ത് പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. അവരെ യാഗങ്ങളാണ്. അവിടെ കൊണ്ടുവന്ന് ആടിനെയും കോലാട്ടുപട്ടന്മാരെയും അവരെല്ലാം കൊണ്ട് യാഗം കഴിക്കും. പുരോഹിതന്മാർ അവർക്ക് വേണ്ടി യാഗം കഴിക്കും. അങ്ങനെ കർത്താവുമായ ഒരു സംഭാഷണം അവർക്കുണ്ട്. നമുക്കറിയാമല്ലോ, മോശ തന്നെ ജനങ്ങളുമായി സീനായി പർവ്വതത്തിൻ്റെ അടിയിൽ വന്ന് യഹോവയായ ദൈവമായി സംഭാഷണം നടത്തുന്ന ഒരു സന്ദർഭം നമുക്കറിയാം. അത് ജനങ്ങളെല്ലാം മോശയെ ഓടിച്ചു വിടും സീനായി പർവ്വതത്തിലേക്ക്. നീ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കൂ, ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല, എത്ര ഭയാകരമായ ഒരു സാഹചര്യമാണ്, എനിക്കത് വയ്യ, ഞങ്ങൾക്കത് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് മോശയെ സീനായി പർവ്വതത്തിലേക്ക് തള്ളിവിടുന്നതായ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. ആ സ്വന്തം അതേ കർത്താവ് തന്നെ ഒരു മനുഷ്യനായിട്ട് ഇൻകാർണേഷൻ ഓഫ് ദ മൈറ്റി ഗോഡ് മനുഷ്യാവതാരപ്പെടുത്തി ഈ ഭൂമിയിലേക്ക് വന്നു. നമുക്ക് തൊടാനും സ്പർശിക്കുവാനും എത്ര മനുഷ്യരാണ് കർത്താവിനെ സ്പർശിച്ചത്. അതേ യഹോവയായ തന്നെ കർത്താവാണ് ഭൂമിയിലേക്ക് വന്ന് ഒരു മനുഷ്യാവതാരമെടുത്താണ് ഭൂമിയിലേക്ക് വന്ന്. ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനമായി നമ്മൾക്ക് പരിചയമുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ വചനമായി പരിചയമുണ്ടാകും. വലിയ ചുമട കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നത് നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ. കർത്താവ് വിളിക്കുകയാണ്. അവൻ്റെ പെരുവിരുന്നിന് അവരെ ക്ഷണിക്കുകയാണ്. അർഹതയും യോഗ്യതയും ഇല്ലാത്തവനെ അവൻ വിളിക്കുകയാണ്. വിരുന്നിന് വരാത്തവരെ ബലമായി പിടിച്ച് അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ഇത്രമാത്രം സ്നേഹമുള്ള ഒരു കർത്താവാണ് നമ്മുടേത്. ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. ആ കർത്താവിനെ തൻ്റെ ശിഷ്യന്മാരോട് നമ്മൾ കേവലം ഒരു വിശ്വാസികളാകാതെ കർത്താവിൻ്റെ ഒരു ശിഷ്യനാകാതെ അത് നമ്മൾക്ക് എന്താണ് ചെയ്യുന്നത്? കർത്താവ് പറയുന്നത് അബൈഡ് ഇൻ മൈ ലവ്. കർത്താവ് പറയുന്നത് എൻ്റെ വചനത്തിൽ വസിക്കുക, എൻ്റെ സ്നേഹത്തിൽ വസിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കാനാണ് കർത്താവ് പറയുന്നത്. നീ എന്നെ സ്നേഹിക്കാനാണ് നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചാൽ മതി. നാം കർത്താവിനെ സ്നേഹിക്കാൻ നമ്മൾ കർത്താവിനോട് പറയേണ്ടത്, കർത്താവേ നിന്റെ സ്നേഹം ഒരല്പം എനിക്ക് താ കർത്താവേ. നാം കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തമ്മിൽ സ്നേഹിക്കാൻ വളരെ സാധിക്കും. നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ പിണക്കവും വൈരാഗ്യവും എല്ലാം മാറും. നമ്മുടെ കർത്താവിനെ കേവലം ഒരു സമയത്ത് പോയി കർത്താവിനെ ആരാധന തിരിച്ചു വരിക, പിന്നെ നമ്മുടെ ജീവിതം അതങ്ങനെ അല്ല. നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരായതുകൊണ്ട് നമ്മൾ 24 മണിക്കൂറും നമ്മുടെ വേലയെല്ലാം കഴിഞ്ഞ് കർത്താവിന് സർവീസ് ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥമല്ല. നമ്മൾ കർത്താവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ നമ്മുടെ എല്ലാം വിട്ടൊഴിച്ചിട്ട് കർത്താവിൻ്റെ വേല 24 മണിക്കൂറും ചെയ്യണമെന്നല്ല അതൊന്നുമല്ല എൻ്റെ കർത്താവ്. നമ്മൾ ഇരിക്കുന്ന ഇടത്ത് കർത്താവിനെ സേവിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഇരിക്കുന്ന ഇടത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ സാധിക്കും. അബൈഡ് നമ്മൾ കർത്താവിൽ ജീവിക്കുക എന്നാണ് അർത്ഥം. കർത്താവിൽ വസിക്കുകയാണ് ജീവിക്കുക എന്ന്. ഇതെല്ലാം അതിന് നമുക്ക് കർത്താവിൻ്റെ ഒരു ജനക്കൂട്ടത്തെ സംഭാഷണം ചെയ്യുന്നതും കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സംഭാഷണം ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. കർത്താവ് ജനക്കൂട്ടത്തോട് സംസാരിക്കുമ്പോൾ കർത്താവ് എപ്പോഴും ഉപയോഗിക്കുന്ന പാരബിളാണ്, ഉപമകളാണ് കർത്താവ് സംസാരിക്കുന്നത്. ഉപമയിലൂടെയാണ് കർത്താവിനോട് സംസാരിക്കുന്നത്.
പക്ഷെ ഔമകൾ ശിഷ്യന്മാരും കേൾക്കും. എന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ശിഷ്യന്മാരാണ് കർത്താവിൻ്റെ കൂടെ വസിക്കുന്നത്, അല്ലാതെ ജനക്കൂട്ടം വരും കേൾക്കും പോകും. അതും വരും കേൾക്കും പോകും. തിന്നോ കുടിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ വന്നിട്ടും നമ്മൾ ശിഷ്യന്മാരെങ്കിലല്ല. അവർ കർത്താവ് തിരഞ്ഞെടുത്ത മക്കളാണത്. കർത്താവ് തിരഞ്ഞെടുത്ത മക്കൾ നമ്മൾ ഓരോരുത്തരുമാണോ? നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുത്ത മക്കളാണ്. ദൈവത്തിൻ്റെ വചനവും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ മക്കളാണ്. അപ്പം നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. നമ്മൾ ആ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വസിക്കുന്നവരാണ്. അപ്പം നമുക്കറിയോ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കർത്താവ് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവ് ആദ്യമായി തൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് വരുമ്പോൾ കർത്താവ് ആദ്യം ചെയ്ത് എന്താണെന്ന് നമുക്ക് ചോദിക്കും. കർത്താവ് അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. പിന്നെ അവർക്ക് തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടത് അവരുടെ ഹൃദയത്തെ തുറന്നു കൊടുത്തു. He opened their understanding that they may comprehend the scripture. വചനങ്ങളെ തിരിച്ചറിയാൻ അവരുടെ ബുദ്ധിയെ തുറന്നു കൊടുത്തു എന്നാണ് പറയുന്നത്. കാര്യം അപ്പം വചനത്തിൻ്റെ എത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. വചനം നമ്മൾ ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷമാണ് നാം വായിക്കുന്നത്. അവൻ്റെ വായിൽ നിന്ന് വന്ന അരുമയായ വചനമാണ് നമ്മൾ പഠിക്കുന്നത്. അവൻ ചെയ്ത അതിശ്രേഷ്ഠമായ പ്രവർത്തികളാണ് നമ്മൾ പഠിക്കുന്നത്. അത് പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ തന്നെ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഇപ്പം ഈ സംഭവം നടന്നത് അവൻ 5 അപ്പം കൊണ്ട് 5000 പേരില്ല പോഷിപ്പിച്ച് കഴിഞ്ഞ് കർത്താവ് ഉടനെ ചെയ്തത് മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശിഷ്യന്മാർ കർത്താവിനെ കൂടാതെ മറുകരയിലേക്ക് യാത്ര ചെയ്തു. രാത്രിയിൽ അവിടെ വള്ളം തിരകൾ ഉയർത്തി. അപ്പോൾ അവരുടെ വള്ളം മുങ്ങേണ്ട സാഹചര്യത്തിലേക്ക് അവർ വന്ന് അവരെല്ലാം പരിഭ്രമിച്ചിരിക്കുമ്പോൾ അവർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കർത്താവ് അവർ കണ്ടു. തൻ്റെ ശിഷ്യന്മാർ അനുഭവിക്കുന്ന ആ ദുഃഖ സാഹചര്യത്തെ കർത്താവ് കണ്ടു. ഭയപ്പെടുത്തുന്ന സാഹചര്യത്തെ കണ്ടു. കർത്താവ് വേഗം അവിടെ അടുത്ത് ചെന്നു. ആ കടലിൽ ആ സമയത്ത് ധാരാളം ആൾക്കാർ മീൻ പിടിക്കുന്നവരുണ്ടാവുമായിരിക്കും. അവരുടെ അടുത്തൊന്നും കർത്താവ് ചെന്നില്ല. തൻ്റെ ശിഷ്യന്മാരുടെ അടുത്താണ് കർത്താവ് ചെന്നത്. അവർ പ്രാർത്ഥിച്ചിരുന്നുണ്ട്. അവരുടെ ദുഃഖ സമയത്ത് അവരെടുത്ത് ചെന്ന് അവരെ സഹായിച്ച കർത്താവ്. നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരായ മാത്രം മതി. നമ്മുടെ ദുഃഖങ്ങളും ദുഃഖങ്ങളും എല്ലാം കർത്താവ് മനസ്സിലാക്കി സമയാസമയങ്ങളിൽ നമുക്ക് ആശ്വാസവും സന്തോഷവും സമാധാനവും അവൻ പകർന്നു. അതിന് സംശയമൊന്നുമില്ല. ഒരു കർത്താവിൻ്റെ ശിഷ്യനാകാൻ വേണ്ടി നമ്മൾ ബൈബിൾ എടുത്ത് അങ്ങനെ തെരുവ് തോറും നടന്ന് നമുക്കൊരു നല്ലൊരു സ്വഭാവം, നമുക്കൊരു നല്ലൊരു മനസാക്ഷി ഉണ്ടായാൽ മതി. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ അവൻ്റെ ദുഃഖത്തിൽ പങ്കുകൊള്ളാനും അവനുവേണ്ടി കർത്താവ് ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, അവനോട് കൂടി പങ്കുകൊള്ളാനും ദുഃഖത്തിൽ കയറി കരയുന്നവരുടെ കൂടെ പങ്കുകൊള്ളാനും നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കർത്താവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കർത്താവ് മറിയെ കരയുന്ന കണ്ടുകൊണ്ട്, ഒരു സ്ത്രീ കരയുന്നത് കണ്ടുകൊണ്ട് അവരുടെ കൂടെ ഇരുന്ന് കരഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് എത്ര മനസ്സലിവുള്ള കർത്താവാണ്. നോക്ക്, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് കർത്താവ് ആ മലമുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതിൻ്റെ സൈഡിൽ ഒരു കുഷ്ഠരോഗി അവിടെ ഒളിച്ചിരിക്കുന്നതാണ്. അവർക്ക് ആ കുഷ്ഠരോഗിക്ക് മറ്റുള്ളവരെ പോലെ വന്നിരുന്ന് വചനം കേൾക്കാനൊന്നും സാധിക്കില്ല. കാരണം കുഷ്ഠരോഗമാണ്. കുഷ്ഠരോഗി പുറത്തു വന്നാൽ അന്നേരം അവനെ കല്ലെറിഞ്ഞ് അവനെ കൊല്ലും. അതുകൊണ്ട് പേടിച്ച് പഠിപ്പിക്കുക. കർത്താവ് മനസ്സിലാക്കി അതിൻ്റെ അടുത്ത് എത്തിക്കുന്നു. ആ മനുഷ്യൻ പറയുന്നത് എന്താണ്? ആ മനുഷ്യൻ പറയുന്നത്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ സൗഖ്യമാകുമെന്ന് പറഞ്ഞു. കർത്താവ് ഉടനെ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകുക. ഒരു കുഷ്ഠരോഗിക്ക് നിനക്ക് മനസ്സിലാക്കുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞു. കർത്താവിന് ഒരു രോഗിയെ സൗഖ്യമാക്കുവാൻ മനസ്സുള്ള കർത്താവാണെങ്കിൽ നമ്മുടെ രോഗം സൗഖ്യമാക്കാൻ കർത്താവിന് മനസ്സില്ലേ? കർത്താവ് മനസ്സുള്ള കർത്താവാണ്. അത് തന്നെയോ, വിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ അത് ഏത് കാരണവശാലും ആ സ്ത്രീക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. അവർ പറയുന്നതാണ്, മോശയുടെ നിയമപ്രകാരം ഈ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാണ്. ഞങ്ങൾ ഇവളെ വെരി ആക്റ്റീവ് വി കോട്ട് ഇൻ ദിസ് വുമൺ, ഇവളെ ഞങ്ങൾ ആ പ്രവൃത്തിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പിടിച്ചതാണ്. അവൾ സമ്മതിക്കുന്നുണ്ട്, എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാനാണ് നിയമം പറയുന്നത്. നീ എന്താണ് പറയുന്നത്? കർത്താവ് ആ സ്ത്രീയോട് പറയുന്നത്, നിങ്ങളിൽ പാവമില്ലാത്ത അവർ കല്ലെറിഞ്ഞ് പറഞ്ഞു. അവസാനം ആ സ്ത്രീയോട് പറയുന്നതാണ്, neither do I condemn you. ഞാൻ നിന്നെ ശപിക്കുന്നില്ല, ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല. neither do I condemn you.
സമാധാനത്തോടെ പോവുക, ഇനി പാപം ചെയ്യരുത്. അതായത് നോക്ക്, ആ സ്ത്രീ പാപം ചെയ്ത സ്ത്രീയാണ് അല്ലേ? ആ സ്ത്രീ അവരെ പാപം ചെയ്യുമ്പോഴാണ് അവരെ പിടിച്ചത്. പാപം ചെയ്ത സ്ത്രീയാണ്, അവളെ ശിക്ഷിക്കണം, അതാണ് നിയമം. പക്ഷെ നമ്മുടെ കർത്താവ് ചെയ്തു, neither do I condemn you. പാപം ചെയ്തവരെ ശിക്ഷിക്കാതെ വിടട്ട ഒരു കർത്താവാണ് നമ്മൾ ചെയ്തതല്ല പാപം, നമ്മളെ ശിക്ഷിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. നമ്മുടെ പാപങ്ങളല്ല, അല്ല പാപം ചെയ്തവരെ, അത് വെരി ആക്ട്. പാപം ചെയ്ത് സ്വിറ്റ്സാക്ഷിയെ പാപം ചെയ്തവരെ കർത്താവ് ശിക്ഷിക്കുന്നില്ല. അവളെ വെറുതെ വിടുവാണെങ്കിൽ നമ്മുടെ പാപങ്ങളൊക്കെ കർത്താവ് വെറുതെ വിടുകയില്ലേ? നമ്മൾ എത്ര പാപം ചെയ്താലും കർത്താവ് ക്ഷമിക്കുകയില്ലേ? പക്ഷേ നീ സമാധാനത്തോ ഇനി പാപം ചെയ്ത് നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ചു എന്നാൽ നമുക്ക് പിന്നെയും പാപം ചെയ്ത് നമുക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഒരിക്കലും തോന്നുകയില്ല. കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ മാത്രമേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ ശ്രീ. നമ്മൾ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ വസിക്കുമ്പോൾ നമുക്ക് ചെയ്തിരുന്ന കർത്താവിൻ്റെ വലിയ കൃപകൾ നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നങ്ങളുമായിക്കോട്ടെ നമ്മൾ കർത്താവുമായി പങ്കുപോക്കാൻ സാധിക്കും. അവൻ്റെ വചനത്തിൽ നമ്മൾ വസിച്ചാൽ മാത്രം മതി. അവനിൽ വസിക്കുമ്പോൾ നമുക്കൊരു പുതിയ ശക്തി കിട്ടും, പുതിയ ചൈതന്യം കിട്ടും. അതാണ് നമ്മുടെ ബലം. അതിന് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വചനം നമുക്ക് എന്താണ് നമുക്ക് ആവശ്യമുള്ളത് അത് കർത്താവോട് പങ്കുവെക്കാൻ സാധിക്കും. കാര്യം ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത അവൻ്റെ ജ്ഞാനവും അവൻ്റെ അറിവും നമുക്ക് മനസ്സിലാക്കുവാനുള്ളതായ ജ്ഞാനം തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, എനിക്ക് നിന്നെ മനസ്സിലാക്കാനുള്ളതായ ജ്ഞാനവും ബുദ്ധിയും എനിക്ക് അത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, എനിക്ക് രോഗശാന്തി എനിക്ക് വേണം, എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം അവനോട് സംസാരിക്കാം. നമ്മൾ കർത്താവിനോട് സംസാരിക്കുന്നത് ഒരു തരാൻ വൈമനസ്യമുള്ള മനുഷ്യനോട് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി അവൻ്റെ നിന്ന് വായിക്കാനുള്ള രീതിയല്ല നമ്മൾ വന്നു. നമ്മുടെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയിൽ ഒരു മധ്യസ്ഥനുണ്ട്. നമുക്കൊരു മധ്യസ്ഥന്മാരും ആവശ്യമില്ല. നമ്മുടെ കർത്താവിനെ നമുക്ക് പൂർണ്ണമായി അറിയാം. എന്തെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി തരാൻ മനസ്സില്ലാത്ത മനുഷ്യനെ എന്തെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി അവനെ കൺവിൻസ് ചെയ്ത് അവനിൽ നിന്ന് വായിക്കാവുന്ന രീതിയല്ല നമ്മുടെ പ്രാർത്ഥന. നമുക്ക് തരാൻ മനസ്സുള്ള ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അവന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നാം അവൻ്റെ വചനത്തിൽ വസിക്കുന്നു. അവൻ നമുക്ക് തന്ന എല്ലാ അധികാരങ്ങൾക്കും കാര്യം അവൻ്റെ കൃപ നമുക്ക് ലഭിച്ചത് നമ്മുടെ സ്ഥാനം കൊണ്ടും മാനങ്ങൾ കൊണ്ടും നമ്മുടെ അറിവ് കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും ഒന്നുമല്ല. അവൻ്റെ കൃപ നമുക്ക് ലഭിച്ചത് അവൻ്റെ നിറവിലാണ് നമുക്ക് ലഭിച്ചത്. ബൈ ഹിസ് ഫുൾനെസ് വി ആർ റിസീവ്ഡ്. അവൻ്റെ നിറവിലാണ് എല്ലാം നമുക്ക് നേടിയെടുത്തത്. ആ നിറവിലാണ് നാം നിൽക്കുന്നത്, നമ്മുടെ നേട്ടത്തില. നമുക്ക് കിട്ടുന്നതെല്ലാം അവൻ്റെ നേട്ടത്തിലും അവൻ്റെ സ്നേഹത്തിലും അവൻ്റെ വാത്സല്യത്തിലുമാണ് നിൽക്കുന്നത്. നാം ധൈര്യത്തോടെ അവൻ്റെ അടുത്ത് ചെല്ലുക മാത്രമാണ്. നമുക്കറിയാമല്ലോ, ആ ദൂർത്തുപത്രം അവൻ ധൈര്യം സംഭവിച്ച് സംഭരിച്ച് അവൻ പിതാവിൻ്റെ അടുത്തേക്ക്. നമ്മളും അതാണ്. ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ കം നിയർ, കം ബോൾഡ്ലി ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ധൈര്യപൂർവ്വം വരാനാണ് പറയുന്നത്. ഈ ധൈര്യപൂർവ്വം പറയാൻ കാരണമെന്ത്? തടയാൻ ഒരാളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ കർത്താവുമായുള്ള നമ്മുടെ ബന്ധത്തെ തടയാൻ, അവൻ്റെ സ്നേഹത്തെ തടയാൻ നമുക്ക് നീ അതിനുള്ള അർഹനാൽ നമ്മളെ പറഞ്ഞെല്ലാം മനസ്സിലാക്കി, നമ്മളെ തെറ്റിക്കുന്ന ഒരു സാത്താനുണ്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനസ്സിനെ മാറ്റാനും മറിക്കാനും ഒരുപക്ഷെ സാത്താന് സാധിക്കും. നമ്മുടെ മനസ്സിന് ദുഷിച്ച ചിന്ത കൊണ്ടുവരാനും മ്ലേച്ഛമായ ചിന്ത കൊണ്ടുവരാനും, അതായത് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ചിന്തകൾ കൊണ്ടുപോകാനൊക്കെ സാത്താന് കഴിയും. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൽ അവനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. വിശ്വാസത്തിൽ അവന് കൈകടത്താനോ നമ്മുടെ വിശ്വാസത്തിൽ അവൻ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് നമ്മുടെ വിശ്വാസം ഉറപ്പുള്ളത്. അതല്ലേ കർത്താവ് ഉപമ പറയുന്നത്. ഈ കർത്താവ് ഉപമ പറയുന്നത് കേട്ടില്ലയോ? തൻ്റെ ഈ അതായത് മഴ സമയത്ത് പാറമേൽ അടിസ്ഥാനമിട്ട ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ്റെ അടിസ്ഥാനം പാറമേലാണ് ഇട്ടിരിക്കുന്നത്. അതെന്ത് വന്നോട്ടെ, എത്ര പ്രതിസന്ധികൾ വന്നാലും എത്ര വൻമഴ വന്നാലും അവൻ്റെ അടിസ്ഥാനം ഇളകില്ല. കാര്യം അവൻ്റെ അടിസ്ഥാനം ഇട്ടിരിക്കുന്ന പാറമേലാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സിനെ മാറ്റിമറിക്കാൻ ഒരു വശം സാത്താന് കഴിയും, ചിന്തകളെ കൊണ്ടുവരും. പക്ഷേ നമ്മുടെ വിശ്വാസം അടിസ്ഥാനം വെക്കുന്നത് കർത്താവിലാണ് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. അടിസ്ഥാനം ഇളക്കാൻ ഒരു സാത്താന്. നമ്മുടെ വിശ്വാസത്തെ മാറ്റാനോ മറിക്കുവാനോ
അതിനെ വ്യതിചലിപ്പിക്കുവാനോ സാത്താൻ ഒരു ശക്തിക്ക് സാത്താൻ കഴിയില്ല. കാര്യം നമ്മുടെ വിശ്വാസം ഇട്ടിരിക്കുന്നത് നമ്മുടെ കർത്താവിലാണ്. അതിൻ്റെ കർത്താവിലാണ് നമ്മുടെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. അതിനെ മാറ്റിമറിക്കാൻ സാത്താന് കഴിയില്ല. ആ വിശ്വാസത്തിലായിരിക്കണം. പറയുന്നില്ലേ, പറവകൾ പറക്കും, തലയുടെ മുകളിൽ കൂടെ പറവകൾ പറക്കും. പക്ഷേ ആ പറവകളെ തലയിൽ ഒരു കൂട് വെക്കാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ വിശ്വാസമായിരിക്കണം നമ്മുടെ എല്ലാത്തിൻ്റെയും. യെസ്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തിട്ട് എനിക്ക് വേണ്ടി ജീവിക്കുന്നു. ആ കർത്താവിലാണ് എൻ്റെ വിശ്വാസവും. ഞാൻ ജീവിക്കുന്നു ആ കർത്താവിലാണ്. ആ കർത്താവിനെ ആധാരമാക്കി നമുക്ക് ജീവിക്കാം. ആ കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് ധൈര്യത്തോടെ നമുക്ക് ചെല്ലാം. ആ കർത്താവ് നമ്മളെ നോക്കിയിരിക്കുകയാണ്. ആ പിതാവിൻ്റെ കൂട്ടും എൻ്റെ മകൻ എപ്പോഴാണ് വരുന്നത്, എൻ്റെ മകൻ ഒരു ദിവസം വരും, എൻ്റെ മകൻ എപ്പോഴാണ് വരുന്നത്. എൻ്റെ പിതാവ് നോക്കി എത്ര ദൂരത്തു നിന്നാണ് ആ പിതാവ് തൻ്റെ മകനെ മനസ്സിലാക്കിയത്. ഒരു കുഞ്ഞുങ്ങൾക്കും മനസ്സിലായില്ല അത് തൻ്റെ കാര്യം. അത്ര വികൃതമായ പാപത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും പാപത്തിൻ്റെ പ്രവൃത്തി കൊണ്ടും ചിന്തകൾ കൊണ്ടും എല്ലാം വിരൂപമായി നമ്മൾ വളരെ ദൂരത്ത് തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് വന്ന് മനസ്സിലാക്കി ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ച ഒരു കർത്താവാണെന്നാണ്. നമ്മളെത്ര പാപമുള്ളവനാണ്, നമ്മുടെ പാപം എത്ര കടിഞ്ഞു. അതല്ലേ അശയ പ്രവാചകന്റെ സ്റ്റാർട്ട്, നിന്റെ പാപം എത്ര കടിഞ്ചുമപ്പാണേലും അതിനെ മഞ്ഞുപോലെ അതിനെ മഞ്ഞ് പോലെ വെളുപ്പിക്കുവാൻ എൻ്റെ സ്നേഹത്തിൽ കഴിയും. നമ്മൾ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ, ധൈര്യത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെല്ലാം. നമുക്കൊരു കർത്താവിൻ്റെ ഒരു ശിഷ്യനാകാം. നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് മുഴുകാം. അവന് വേണ്ടി നമുക്ക് കുറെ മെനക്കിടാം. അവന് വേണ്ടി നമുക്ക് ജീവിതത്തിൽ എത്രയോ കഷ്ടപ്പാടുകളും വേദന അനുഭവിക്കുന്നത് നമ്മുടെ വേദനകളെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. ദൈവത്തിൻ്റെ ഒരു ദാസനായിട്ട്, ഒരു ശിഷ്യനായിട്ട്, ഒരു 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 നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരു ശിഷ്യനായിട്ട്, ഒരു ദാസനായിട്ട്, ഒരു സ്റ്റേവായിട്ട് നമുക്ക് ജീവിക്കാം. അതിനുവേണ്ടി കർത്താവ് നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ.